നമുക്കിതിപ്പോൾ ഞണ്ട് കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. അത് ഞാൻ ഞണ്ട് നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും നമുക്ക് അതിനകത്ത് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ചൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നാൽ ഇത് ഇച്ചിരി ഫ്രൈ പോലെ ഇരിക്കണതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ചതച്ചതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെ നല്ലോണം വേവിച്ചെടുക്കാം. സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ഞണ്ട് എനിക്കറിയാൻ മേലായിരുന്നു. അപ്പം നമ്മുടെ ഞണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞണ്ടെന്ന് പറയുമ്പോൾ എനിക്കതൊന്നും നന്നാക്കാനൊന്നും അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ, പക്ഷെ നന്നാക്കണ വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല. സിമ്പിളാണ്, നല്ല ടേസ്റ്റും കേട്ടോ, നല്ല ടേസ്റ്റായി. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിതൊക്കെ പഠിച്ചത്. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ടൊരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് സാധനങ്ങൾ മതി ഇതിന്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, സവാള അത്യാവശ്യം ബ്രൗൺ കളർ ആവണേ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മൾ അതിൻ്റെ ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കണം കേട്ടോ. എരിവിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് കുരുമുളകാണ് മെയിനായിട്ട് ഇടുന്ന സാധനം. കുരുമുളകാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് വേവിച്ച് വെച്ചേക്കണം ആ ഞണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടി അത്രയും ടൈം വെച്ചാൽ മതി. ഇത് നമുക്ക് വെന്തിരിക്കണ സാധനമാണല്ലോ. എന്നിട്ട് നമ്മൾ അതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മസാല ഇട്ട് കൊടുക്കണേ. മസാല പട്ടയും ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ശാലിനി എൻ്റെ കൂട്ടുകാരി വ്ളോഗ്സ് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.